ரொம்ப ஸ்கேம். கேரளா கவர்மெண்ட் ரொம்ப ஸ்கேம். കാനനപാത തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് തടയുന്നതിനെ തുടർന്ന് ഇവർ തീർത്ഥാടകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ಟಿಕೆಟ್ ಪೂರ್ತಿ ಕ್ಲೋಸ್ ಆಗೋಗಿದೆ. 10ನೇ ತಾರೀಕೆ ಕ್ಲೋಸ್ ಆಗೋಗಿತ್ತು ಟಿಕೆಟ್ ಪೂರ. 10 താരീഖ് ക്ലോസ് ആയിച്ചു. 2 മണിക്ക് എത്തിയത് 12 മണിക്ക് സ്പോട്ട് ബുക്കിംഗ് തുടങ്ങിയിട്ട് അതിന് ശേഷം പറഞ്ഞത് 2 മണിന്റെ ഉള്ളിൽ 1500 ടിക്കറ്റ് സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഇന്നലെ വന്നിട്ട് ഇവിടെ ഓൺലൈൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. அங்கே ஸ்பாட் புக்கிங் கிடையாதுங்க. நாங்கள் வெயிட் பண்ணிட்டு தான் இருக்கோங்க. 1 டே ஃபுல்லாக வெயிட் பண்ண சொல்லியிருக்காங்க. இங்கே போய் கேட்டால் நைட்டு 12 o'clock தான் சொல்கிறாங்க. ஸ்பாட் புக்கிங்லேருந்து நாங்கள் வந்திருக்க மாட்டோம். നമസ്കാരം. വെർച്വൽ ക്യൂ ഇല്ലാതെ കാനനപാത വഴി യാത്ര ചെയ്യുന്ന അയ്യഭക്തരെ ഇപ്പോഴും പോലീസ് തടയുകയാണ്. മകരവിളക്ക് കാലത്താണ് കാനനപാത വഴി തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നത്. കൂടുതലും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെയുള്ള ശബരിമല തീർത്ഥാടകരാണ് കാനനപാത വഴി വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വെർച്വൽ ക്യൂ പാസ് സ്പോട്ട് ബുക്കിങ്ങോ ഇല്ലാതെ വരുന്ന തീർത്ഥാടകരെ എരുമേലിയിൽ വെച്ച് തന്നെ തടയുകയാണ്. കാനനപാത തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് തടയുന്നതിനെ തുടർന്ന് ഇവർ തീർത്ഥാടകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് പ്രതിഷേധം നടന്നത്. ഇപ്പോൾ ഈ സ്പോട്ട് ബുക്കിങ്ങിൽ ഒരു അശാസ്ത്രീയതയുള്ളത്. എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനമുണ്ട്. എന്നാൽ പുലർച്ചെ യാത്ര തുടങ്ങുന്ന തീർത്ഥാടകരെ ഇവിടെ തടഞ്ഞാൽ അവർക്ക് സ്പോട്ട് ബുക്കിംഗ് ചെയ്യുന്നതിനായി ഓപ്പൺ ചെയ്യുന്നത് രാത്രി 10 മണിക്കാണ്. അത്രയും നേരം തീർത്ഥാടകർ ഇവിടെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരെ തടയുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർത്ഥാടകർക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കുമൊക്കെയായി എത്തുന്ന തീർത്ഥാടകർ ഇവിടെ കാനനപാത വഴി യാത്ര ചെയ്യാതെ ഇവിടെ ദുരിതത്തിലായിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പലരും പുലർച്ചെ 4 മണിക്കൊക്കെ ഇവിടെ എത്തിയ ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് കാണാം. ഇവർ ഇവിടെ വിശ്രമിക്കുകയാണ്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനം എരുമേലിയിൽ കുറച്ചുകൂടി രാവിലെയൊക്കെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പാടാക്കിയെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ്. ഇത് അധികൃതർ ഈ കാര്യം മുൻകൈയെടുത്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ അയ്യപ്പഭക്തരുടെ ആവശ്യമുയരുന്നത്. നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന തീർത്ഥാടകരോട് ചോദിക്കാം. സമയമൊക്കെ എപ്പോഴാണ് ഇവിടെ എരുമേലിലെത്തിയത്? നമ്മള് 2 മണിക്ക് എത്തിയത് 12 മണിക്ക് സ്പോട്ട് ബുക്കിംഗ് തുടങ്ങിയിട്ട് അതിന് ശേഷം പറഞ്ഞത് 2 മണിന്റെ ഉള്ളിൽ 1500 ടിക്കറ്റ് സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ച് സമയം താമസിച്ചാണ് അങ്ങോട്ട് കയറിയത്. അപ്പൊ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നിലക്കലിലേക്ക് കയറിയിട്ട് 8 മണിക്ക് പോയത്. ഇതുവരെ അവിടെ സ്പോട്ട് ബുക്കിംഗ് ചെയ്തിട്ടില്ല. 10 മണിക്ക് കയറിയാല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല. കുറേ താമസം. എരുമേലിലെത്തി സ്പോട്ട് ബുക്കിംഗ് ചെയ്തിട്ട് കാനനപാത വഴി പോകാൻ വേണ്ടിയാണ് നിങ്ങളുടെ പ്ലാൻ ആയിരുന്നു? അതെ അതെ. തിരികെ പോകാൻ വേണ്ടി എങ്ങനെയായിരുന്നു? തിരികെ പോകുന്നതെന്ന് വെച്ചാല് നമ്മള് ചെങ്ങന്നൂരിന് റിട്ടേൺ ടിക്കറ്റ് ചെയ്തിട്ടുള്ളതാ. 6-ാം തീയതി രാത്രി 11 മണിക്ക് ചെയ്തിട്ടുള്ളതാ. ഇപ്പൊ അത് കിട്ടുവാനുള്ള സംശയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് എത്ര 9 ആൾക്കാർ നമ്മൾ പോകുന്നത്. അത് നഷ്ടമാവുന്നില്ല തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പോ അങ്ങോട്ട് പോയിട്ട് തിരിച്ചെത്തുന്ന 6-ന് ഇപ്പൊ തന്നെ 11 മണിയായി. പിന്നെ ഒരു എത്തിയിട്ട് ഇവിടുന്ന് നമുക്ക് പോകണം സന്നിധാനത്തിലേക്ക് എത്താനായിട്ട്. ഏകദേശം 2 ദിവസത്തെ യാത്രയുണ്ട്. ആ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ച് ട്രെയിൻ ടിക്കറ്റ് കിട്ടുവാനുള്ള അവസരം ഏകദേശം കുറവാണ്. അത് നഷ്ടപ്പെടുന്നുള്ളതാണ് ഇപ്പോൾ സത്യം. ഇന്നലെ വന്നതാ ശബരിമലയ്ക്ക്. ഇന്നലെ വന്നിട്ട് ഇവിടെ ഓൺലൈൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആൾക്കാർ പോയിട്ടുണ്ട്. നിലക്കല്ലിൽ വരാൻ 3 മണിക്കൂറാവും. ഈ കാനനപാത വഴി പോകാൻ വേണ്ടിയല്ലേ? അതെ അതെ. സ്പോട്ട് ബുക്കിംഗ് നോക്കിയോ ഇന്നലെ രാത്രി? സ്പോട്ട് ബുക്കിംഗ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നിലക്കല്ലിൽ പോയത്. ഇപ്പൊ ഇവിടുന്ന് പോയി. അതെ അതെ. കാനനപാത വഴി നിങ്ങളെ കയറ്റി വിട്ടില്ലല്ലേ? കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇരിപ്പിച്ചത് ഇവിടെ. ഇനി അവിടെ പോയിട്ടുണ്ട്. വന്ന് നമ്മള് പോവാൻ തയ്യാറായിട്ടുണ്ട്. അതായത് നിലയ്ക്കല് പോയിട്ട് തിരിച്ചു വന്ന് സ്പോട്ട് ബുക്കിംഗ് എടുത്തിട്ട് വേണം യാത്ര. അതെ 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 അതെ. കാനനപാത വഴി തന്നെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അതെ അതെ ഇരിക്കാൻ. കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കിലോമീറ്ററുകൾ നടന്ന് വരുന്ന തീർത്ഥാടകരാണ്. ഇങ്ങനെയുള്ള തീർത്ഥാടകർ കാനനപാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ
തടയുന്നത് അത് അവരുടെ കാനന യാത്രയ്ക്ക് തീർത്ഥാടനത്തിന് തന്നെ ഭംഗം ഏൽപ്പിക്കുകയാണ്, ആചാരത്തിന് തന്നെ മുടക്കം വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. അവരെ കാനനപാതയിലേക്ക് പ്രവേശിക്കാതെ തടഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. നിരവധി തീർത്ഥാടകരാണ് ഈ കാനനപാത വഴി കിലോമീറ്ററുകൾ നടന്ന് സന്നിധാനത്ത് എത്തുന്നത്. അങ്ങനെ വരുന്ന തീർത്ഥാടകർക്കൊക്കെ പരിഗണന നൽകേണ്ടതാണ്. മറിച്ചൊരു കാര്യം, ഈ വിർച്വൽ ക്യൂ വഴി പോകുന്ന പാസ് ഇല്ലാതെ പോകുന്ന ആളുകൾ പലരും ദേവസ്വം ബോർഡിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അനുമതിയോടുകൂടി കയറിപ്പോകുന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പാസ് ആധാർ കാർഡ് മാത്രം കാണിച്ച് സന്നിധാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ തീർത്ഥാടകരെ ഇത്തരത്തിൽ ആചാരത്തിന് പോലും ഭംഗം വരുത്തിക്കൊണ്ട് തടയുന്നത് കുറ്റകരമായ രീതിയാണ്. അതിന് വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെയും അയ്യപ്പ ഭക്ത സംഘടനകളുടെയും ഒക്കെ പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സ്വാമി, നിങ്ങൾ എവിടുന്നാ വരുന്നേ? கிணத்துக்கடவு பொள்ளாச்சி தமிழ்நாடு கிணத்துக்கடவு. என்ன பிரச்சனை? எஸ் ப்ராப்ளம் சார். நாங்கள் 4 மணிக்கு இங்கே வந்துட்டோங்க. இங்கே 4 மணிலேருந்து இங்கே வெயிட் பண்ணிட்டு இருக்கோம். மார்னிங் 4 மணிக்கு வந்துட்டோம். இப்போ நாங்கள் வந்து 8 மெம்பர்ஸ் வந்துருக்குங்க. 2 மெம்பர் வந்து இங்கே போயிட்டாங்க, நிலக்கல் போயிட்டாங்க. அங்கே ஸ்பாட் புக்கிங் கிடையாதுங்க. நாங்கள் வெயிட் பண்ணிட்டு தான் இருக்குங்க. 1 டே ஃபுல்லாக வெயிட் பண்ண சொல்லியிருக்காங்க. ஓப்பன் பண்ணி வச்சு நிலக்கல இன்னும் ஓப்பன் பண்ணலைங்க. ஓப்பன் பண்ணலைங்க, எதுவுமே ஓப்பன் பண்ணலைங்க. கேரளா கவர்மெண்ட் வெரி என்ன பிரச்சனை? கேரளா கவர்மெண்ட் வெரி ஸ்கேம். உங்களுக்கு தெரியாது விர்ச்சுவல் புக் பண்ணணும்னு தெரியாதா? இல்ல, தெரியும், புக் பண்ண தெரியும். எல்லாமே வந்து ஆன்லைன்ல வந்து பிளாக் பண்ணி வச்சிருக்காங்க. பிளாக்கிங். ஸ்பாட் புக்கிங் கிடைக்கும் கருதி இந்த இடத்துல வந்து. ஆமா ஆமா, ஸ்பாட் புக்கிங்க்கு எங்க ஆள் 2 மெம்பர்ஸ் நிலக்கல்ல இருக்காங்க. இங்க போய் கேட்டா நைட்டு 12 o'clock தான் சொல்றாங்க. ஸ்பாட் புக்கிங் இல்லைன்னா நாங்க வந்திருக்க மாட்டோம். ரொம்ப ஸ்கேம். ಕೇರಳ ಗವರ್ಮೆಂಟ್ ரொம்ப ಸ್ಕ್ಯಾಮ್. ಟಿಕೆಟ್ ಪೂರ್ತಿ ಕ್ಲೋಸ್ ಆಗೋಗಿದೆ. 10ನೇ ತಾರೀಕೆ ಕ್ಲೋಸ್ ಆಗೋಗಿತ್ತು ಟಿಕೆಟ್ ಪೂರ. 10ನೇ ತಾರೀಕು ಕ್ಲೋಸ್ ಆಯಿತು. ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ പലരും കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്ഥാടകരാണ്. ഇവരെ ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ പോലീസും അത് ഭാഷ ഒരു പ്രശ്നമായി മാറുകയാണ്. പോലീസിനും അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുകയാണ്. തിരികെ പോകൂ എന്നാണ് പറയുന്നത്. ഇവർക്ക് എവിടെ സ്പോട്ട് ബുക്കിംഗ് ചെയ്യണമെന്ന് അറിയാതെ ഇവിടെ പ്രശ്നത്തിലായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുമാത്രമല്ല, ഇവിടെ കാനനപാത തുടങ്ങുന്ന 3 സ്ഥലങ്ങളിലായിട്ടാണ് പോലീസ് ഇപ്പോൾ തടയുന്നത്. വേണ്ടത്ര ക്രമീകരണം ഏർപ്പെടുത്താതെയാണ് ഇവിടെ തീർത്ഥാടകരെ തടയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം സ്പോട്ട് ബുക്കിംഗ് സംവിധാനം രാത്രി മാത്രമാണുള്ളത്. എന്നാൽ രാവിലെ മുതൽ, പുലർച്ചെ മുതൽ അയ്യപ്പഭക്തരെ തടയുന്നതോടെ ഒരു ദിവസം മുഴുവൻ ഇവിടെ കാത്തു നിൽക്കേണ്ടതായി വരികയാണ്. ഇല്ലെങ്കിൽ തീർത്ഥാടകർ നിലയ്ക്കലിൽ രാവിലെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് തീർത്ഥാടകർ അവിടേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോഴും അവിടെ സ്പോട്ട് ബുക്കിംഗ് രാവിലെ ഓപ്പണിംഗ് അല്ല, രാത്രിയിൽ മറ്റോ ആണ് ഓപ്പണിംഗ് ആയിട്ടുള്ളത്. അതേസമയം സത്രം വഴി പോകുന്ന തീർത്ഥാടകർക്ക് വണ്ടിപ്പെരിയാർ വഴി സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ എരുമേലിയിൽ യാതൊരു ക്രമീകരണങ്ങളും ഏർപ്പെടുത്താതെയാണ് ഇത്രയും വരുന്ന തീർത്ഥാടകരെ ഇവിടെ തടയുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വലിയ തീർത്ഥാടകരുടെ തിരക്കുണ്ടാകാനുള്ള സാധ്യതയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു. ഈ തിരക്ക് വന്നു കഴിഞ്ഞാൽ പോലീസിന് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. വ്യാപകമായ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിയൊരുക്കുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.